എല്ലാ ദിവസവും നമ്മൾ തമ്മിൽ കാണുന്നില്ലെങ്കിലും നിങ്ങളുടെയൊക്കെ തന്നെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കാറുണ്ട്. അല്ല, പെട്ടെന്ന് ദൂരെ നിന്നാ കാണുന്നതും ഈ നിറം ആയതുകൊണ്ടാണിത് അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട നിറം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇത് ഇടണം, ഈ തൊപ്പി വയ്ക്കണം, ഈ കയ്യുറയും ധരിക്കണം, പരമാവധി മാസ്കും ധരിക്കണം. വേസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണ് എന്നുള്ള ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ നിന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്നാണ് എനിക്ക് മേയറെന്നുള്ളത് എനിക്ക് പറയുകയാണ്. ഇതെല്ലാം എനർജിയാണ്. നമ്മുടെ ഒരു തിരുവനന്തപുരം നഗരസഭയുടെ ഒരു പില്ലർ ആണ് നിങ്ങൾ. കംപ്ലീറ്റ് ആയിട്ട് നീറ്റായിട്ട് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ പേരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ നമസ്കാരം. തിരുവനന്തപുരം നഗരത്തെ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന, വളരെ ഭംഗിയാർന്ന നഗരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന, ഓരോ ദിവസം കൂടുന്തോറും അത്തരത്തിൽ നഗരത്തെ വർണ്ണാഭമാക്കിക്കൊണ്ടിരിക്കുന്ന ശുചീകരണ തൊഴിലാളികളെല്ലാവരും തന്നെ നിലവിലിപ്പോൾ നഗരസഭയിൽ എത്തിയിരിക്കുകയാണ്. ഇത്രയധികം ശുചീകരണ തൊഴിലാളികൾ നഗരസഭയ്ക്ക് കീഴിൽ ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യമാണ്. കാരണം 100 300 500 1000-നടുത്ത് വരുന്ന ശുചീകരണ തൊഴിലാളികളാണ് നഗരസഭയ്ക്ക് കീഴിലുള്ളത്. ഇവരാണ് നഗരത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റുന്നത്. എന്തായാലും ഈ ശുചീകരണ തൊഴിലാളികളെ ആദരിക്കുകയും അതുകൂടാതെ തൊഴിലാളികൾക്ക് ആവശ്യമായ കിറ്റ് വിതരണവും നിലവിലിപ്പോൾ നഗരസഭയിൽ നടക്കുകയാണ്. ആ ചടങ്ങ് ഇപ്പോൾ മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. പരിപാടിയുടെ അധ്യക്ഷ ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥ്, ശ്രീ MR ഗോപൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആരോഗ്യ വിഭാഗം, സുജി സുധാകരൻ, ക്ലീൻ സിറ്റി മാനേജർ, മറ്റെൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, മാധ്യമപ്രവർത്തകർക്ക് നമസ്കാരം. വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ തരാൻ പറ്റുന്നതിൽ. ഇത്രയും തരാൻ പറ്റുന്നുള്ളൂ എന്നുള്ള വിഷമമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിലാണ് ഞങ്ങൾ. എല്ലാ ദിവസവും നമ്മൾ തമ്മിൽ കാണുന്നില്ലെങ്കിലും നിങ്ങളുടെയൊക്കെ തന്നെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കാറുണ്ട്. അത് പരമാവധി പറ്റുന്ന തരത്തിൽ ഇടപെടാറുണ്ട്. ഇന്നും രാവിലെ അരമണിക്കൂർ ഞാൻ MR-ഉം സെക്രട്ടറിയും തമ്മിൽ സംസാരിച്ചത് 100 വാഹനങ്ങൾ, ഒരു വാർഡിനൊരു വാഹനം എടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പദ്ധതികൾ ആണ് ഇന്ന് രാവിലെ. അതിനുശേഷം എൻ്റെ ബുക്കിൽ ഞാൻ എഴുതി വെച്ചു, ദേവിപ്രിയയ്ക്ക് സൂപ്രണ്ടിന് അതെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയും അടുത്ത വരുന്ന ഫണ്ടിൽ നിന്നും ആദ്യം തന്നെ ആ വാഹനങ്ങൾ, അത് ഇനി വാഹനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ചർച്ചയിലൊക്കെ വരുന്നത്, ഈ മുമ്പൊക്കെ നമ്മൾ പല വാഹനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, എടുത്ത് കുറച്ച് ദിവസം ഓടുമ്പോൾ തന്നെ അത് ലോഡ് വലിക്കാതാവുകയും അല്ലേ ഒതുക്കിയിടുകയും ചെയ്യാം. ഞാൻ പൂജപ്പുര വാർഡിൽ കൗൺസിലറായിട്ട് ചെന്നപ്പോൾ, പൂജപ്പുര ചെയ്തിരുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇപ്പോൾ പൂജപ്പുര വാർഡിൽ കഴിഞ്ഞ ടൈമിലുണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല, ആരുമില്ലേ? ഒന്ന് കൈ ഉയർത്താമോ? പൂജപ്പുര വാർഡിൽ കഴിഞ്ഞ വർഷം ഹരിതകർമ്മസേന ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഉണ്ടാവും, എവിടെയെങ്കിലും കാണും. അപ്പോൾ ഞാൻ ആദ്യം ചെന്നപ്പോൾ കണ്ട കാഴ്ച, നമ്മുടെ സരസ്വതി മണ്ഡപത്തിൽ ഒരു ഓട്ടോറിക്ഷ, ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷ ആ മുമ്പിൽ ഇടത് സൈഡിൽ ഒതുക്കിയിട്ടേക്കായിരുന്നു. അന്വേഷിച്ച പറഞ്ഞത് 1-2 വർഷമായി അതവിടെ വിശ്രമിക്കണമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറോട് പറഞ്ഞ് ഒന്നുകിൽ അത് ഓടിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്, ഈ പല വാഹനങ്ങളും 1 വർഷം 6 മാസമൊക്കെ ഓടിയിട്ട് പിന്നെ ചാർജ് ആവാതെയോ അല്ലെങ്കിൽ ലോഡ് വലി അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ പറഞ്ഞത്, ആദ്യം വാഹനത്തിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ ക്രെഡിബിലിറ്റി, വിശ്വസനീയതയുള്ള കമ്പനി, അത് നോക്കി ഏത് വാഹനം വേണം, അത് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഏത് തരത്തിലുള്ള വാഹനം വേണമെന്ന് ഉറപ്പാക്കിയിട്ട്, അപ്പോൾ സെക്രട്ടറി എന്ന് വെച്ചൊരു നിർദ്ദേശം, ഏത് തരത്തിലുള്ള വാഹനമാണ് വാർഡിന് ആവശ്യം. അപ്പോൾ ചെയർമാൻ്റെ നിരീക്ഷണം കൃത്യമായിട്ട് പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ 100 വാർഡിനും ഓരോ വാഹനം തരുന്ന കാര്യം വളരെ സജീവമായ പരിഗണനയിലാണ് എന്നുള്ള കാര്യം നിങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാനെ ഉയർത്തി കാണിച്ചപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ച്. എനിക്ക് ഒരപേക്ഷയുള്ളത്, കാണാൻ വളരെ രസമുണ്ട്, നിറമിപ്പം പ്രിൻ്റ് ചെയ്തവരുടെ മനോഭാവം അനുസരിച്ച് ചെയ്ത നിറമാണ്. ഞാനും ഈ നിറമാണെന്ന് ഇവിടെ വന്നാണ് കാണുന്നത്.
അപ്പോൾ എന്തായാലും ഇത് പ്രിൻ്റ് ചെയ്ത് ഇതെനിക്ക് തോന്നുന്നു റോഡിലൊക്കെ ഇത് തന്നെയല്ലേ സാധാരണ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് അല്ല, പെട്ടെന്ന് ദൂരെ നിന്നാണ് കാണുന്നതും ഈ നിറം ആയതുകൊണ്ടാണിത് അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട നിറം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഞാനും നിറം ഇവിടെ വെച്ച ഇത് കുഴപ്പമില്ല, ഇത് മഞ്ഞയാണ്. അപ്പോൾ ഞാനിവിടെ വെച്ചാണ് നിറം കാണുന്നത്. എനിക്കത് എല്ലാവർക്കും ആ നിറം ഇഷ്ടപ്പെട്ട് തുടങ്ങി തോന്നുന്നു. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എനിക്കുള്ളൊരു അഭ്യർത്ഥന, ഇത് ഇടണം, ഈ തൊപ്പി വയ്ക്കണം, ഈ കയ്യുറയും ധരിക്കണം, പരമാവധി മാസ്കും ധരിക്കണം. കാരണം ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണ് എല്ലാ മാധ്യമപ്രവർത്തകർക്കും, അവർക്ക് നമ്മളോട് വളരെ സ്നേഹമുണ്ട്. ചില സമയത്തൊക്കെ തന്നെ അവർ ശക്തമായി വിയോജിക്കാറുമുണ്ട്. ഈ വെള്ളം കുറച്ച് റോഡിൽ കയറിയല്ലോ, അപ്പോൾ അപ്പോഴത്തെ സാഹചര്യം കൊണ്ടായിരിക്കാം പലരും ഗ്ലൗസ് ഒന്നും ഇല്ലാതെയൊക്കെ അവിടെ നിന്നു. പിന്നെ അത് മാത്രമായിരുന്നു വാർത്ത. ഇനി ഗ്ലൗസിൻ്റെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഗ്ലൗസിൻ്റെ കുറവ് കൊണ്ടല്ല, ചിലർ ജോലി ചെയ്യാനുള്ള സൗകര്യം കൊണ്ടാണ് ഇത്. ഒരു കാരണവശാലും ഭരണസമിതി അങ്ങനെയുള്ള കാര്യങ്ങളോട് ഞങ്ങൾക്കൊരു ഞങ്ങളുടെ അമ്മമാരാണ്, സഹോദരിമാരാണ് നിങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളോട് ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ആരോഗ്യമാണ് ഈ കോർപ്പറേഷൻ്റെ ആരോഗ്യം, നമ്മളുടെയൊക്കെ തന്നെ പ്രവർത്തനമാണ് ഈ കോർപ്പറേഷൻ്റെ പ്രവർത്തനം. അപ്പോൾ ഞാനിപ്പോൾ മേയറായിരിക്കുന്നെങ്കിലും ഇദ്ദേഹം ചെയർമാനും ഇത് ഡെപ്യൂട്ടി മേയറൊക്കെ ആണെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്കൊരു സ്നേഹവും ബഹുമാനവും കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? ഈ നഗരം വൃത്തിയായിട്ട് കിടക്കണം. അപ്പോൾ ഞങ്ങളാക്കി നിലനിർത്തുന്നത് നിങ്ങളാണ്. ഞങ്ങളെ ഈ കോർപ്പറേഷനാക്കി നിലനിർത്തുന്ന ആൾക്കാരാണ് നിങ്ങൾ. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരേ പ്രവർത്തനമാണ്, യാതൊരു സംശയവും വേണ്ട. പിന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, നമ്മൾ മെല്ലെ ഈ വേസ്റ്റ് എന്നുള്ള വാക്കങ്ങ് ഒഴിവാക്കണം, അല്ലേ? അത് പൂർണ്ണമായിട്ടും വേസ്റ്റ് എന്നുള്ള വാക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. കാരണം മേയറായതിനു ശേഷം ഞാനിതിൽ വലിയൊരു പഠനവും റിസർച്ചും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും വേസ്റ്റ് ആയിട്ടില്ല. കാരണം നമ്മുടെ ഫുഡ് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന ഫുഡ്, അതും ഭക്ഷണമാണ്. ഒരു ഉരുള കൂടെ കഴിച്ചിരുന്നെങ്കിൽ അത് വയറ്റിപ്പോയനെ. അത് മാറ്റി വയ്ക്കുമ്പോഴല്ലേ അത് മാറ്റി വയ്ക്കുന്ന ഭക്ഷണമായി മാറുന്നത്. ഇതിനെ ഗ്യാസായിട്ട് കൺവെർട്ട് ചെയ്താൽ അതിന് തീ വിലയാണ്, അല്ലേ? അതിനെ ചാർക്കോളായിട്ട് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കത്തും. അതിനെ മെനൂറായിട്ട് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ചെടിക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെ വേസ്റ്റ് ആവും? അപ്പോൾ അങ്ങനെ ആ വാക്ക് തന്നെ, ഇപ്പോൾ പ്ലാസ്റ്റിക്, ഇതിനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ വേസ്റ്റ് എന്ന് വിളിക്കാം. പക്ഷേ ഇതിനെ പൊടിച്ച് വീണ്ടും റീയൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതടുത്ത കസേരയായിട്ടോ മേശയായിട്ടോ കപ്പായിട്ടോ വരില്ലേ? സ്വാഭാവികമല്ലേ? അപ്പോൾ എന്താ, ഇപ്പോൾ കോഴിയെ നമ്മൾ കൊന്നിട്ട് അതിൻ്റെ തൂവലും അതിൻ്റെ കുടലും കൂടെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിനെ പൊടിച്ച് മീനിന് ഭക്ഷണമാക്കുകയല്ലേ, അല്ലെങ്കിൽ വളമാക്കുകയല്ലേ ആ മീനിനെല്ലാം നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊരു മാനസികാവസ്ഥയിലേക്ക് സമൂഹം മാറണം എന്നുള്ളതാണ്. പെട്ടെന്ന് പറ്റില്ല, പക്ഷേ എന്നെപ്പോലെ ഒന്നോ രണ്ടോ പേര് മനസ്സിൽ ആഗ്രഹിച്ചു തുടങ്ങിയാൽ ആ ആഗ്രഹം ജനങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോഴേക്കും, അപ്പോൾ ആരും തന്നെ വേസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണ് എന്നുള്ള ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ നിന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്നാണ് എനിക്ക് മേയർ എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്. ഇതെല്ലാം എനർജിയാണ്, ഒരു തരത്തിൽ നിന്നും വേറൊരു തരത്തിലേക്ക് കൺവെർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ വെള്ളം വൈദ്യുതി ഉണ്ടാക്കുമ്പോഴേക്കും അത് കറണ്ടായിട്ട് മാറുന്നു, അല്ലേ? സൂര്യൻ്റെ ചൂട് അത് സോളാറിലൂടെ കടന്നു വരുമ്പോഴേക്കും ലൈറ്റായിട്ട് മാറുന്നു. അതാണല്ലോ ഫുഡ്. ബാക്കി വന്ന ഭക്ഷണം അത് ഗ്യാസായിട്ട് കൺവെർട്ട് ചെയ്യുമ്പോഴേക്കും അത് പുതിയൊരു എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ ഒന്നും തന്നെ മാലിന്യമല്ല, ഒന്നിൽ നിന്നും മറ്റൊന്നും ഉണ്ടാക്കുകയാണ്. പശുവിൻ്റെ ചാണകം, അതിൽ നിന്നും ഗ്യാസ് ഉണ്ടാക്കുകയാണ്. ആ ഒരു മാനസികാവസ്ഥയിൽ സമൂഹം വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊക്കെ തരുന്നത് നമ്മുടെ കോർപ്പറേഷൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാനാണ്, നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനാണ്. വിനയപുരസരം നിങ്ങളുടെ ഒരു സഹോദരനായിട്ടോ മകനായിട്ടോ കണ്ടിട്ട് നിങ്ങൾ ഇതാക്കുക. അതായത് ഇത് ഉപയോഗിക്കണം, ഇത് വാങ്ങിച്ച് വളരെ നല്ലതാണ്, നല്ല നിറമുണ്ട്, നല്ല സിബൊക്കെയാണ്, ചീത്താവെന്ന് വെച്ചിട്ട് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് നാളെ ഇതേപോലെ തന്നെ ഇറങ്ങിയിട്ട് ചെയ്യരുത്. അത് ചീത്തയായി പോകുമെന്ന് വെച്ചിട്ട് ഉപയോഗിക്കാതിരുന്നുള്ളൂ. ചീത്തയാണെങ്കിൽ ഞങ്ങൾ വേറെ വാങ്ങിച്ചു തരാം, ചീത്തയാവണേ ഞങ്ങൾ വേറെ സംഘടിപ്പിച്ച് തരാം. ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടല്ലോ 5000 കുട്ടികൾക്ക് ബാഗ് കൊടുത്തത് കോർപ്പറേഷൻ്റെ ഒരു രൂപ എടുത്തിട്ടില്ല. 5000 കുട്ടികൾക്ക്. അത് കുട്ടികളെയൊക്കെ തന്നെ സാധാരണക്കാരായ കുട്ടികളെ വിദ്യാഭ്യാസ വകുപ്പാണ് കണ്ടെത്തിയത്. ഇനി ഒരു 2 കാര്യങ്ങൾ കൂടി കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്തതിന് ശേഷം അത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്, എന്തായാലും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഇത് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ഹെൽത്ത് ചെയർമാനൊക്കെ ഉറക്കമില്ലാതെ അധ്വാനിക്കുകയാണ്. ഞങ്ങളെക്കാളുമൊക്കെ ഇന്ന് രാവിലെ തെരുവുനായെ പിടിക്കാൻ വേണ്ടി പോയി. അതിനു മുമ്പ് സുജിത്ത് ഉൾപ്പെടെ ഉള്ളവർ
ഉദ്യോഗസ്ഥരൊക്കെ തന്നെ രാവിലെ 6 മണിക്ക് ഇവിടെ വന്നിട്ട് ഹോട്ടൽ ഭക്ഷണം പരിശോധനയ്ക്ക് വേണ്ടി പോയി. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പോയിട്ട് ഇപ്പോഴാണ് തിരിച്ചു വന്നത്. അതിനുശേഷം ചെയർമാൻ നേരെ മെഡിക്കൽ കോളേജിൽ പോയിട്ട് തെരുവുനായെ പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുടെ ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഇൻ്റർവ്യൂ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ വർക്കിലേക്ക് വന്നത്. ഇനിയിപ്പോൾ നാളെ ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. ചെയർമാനും ഡെപ്യൂട്ടി മേയറും ചെയർമാനുമാണ് എൻ്റെ ചാർജ്. അല്ല, അപ്പോൾ ഞങ്ങൾ ഒരു 18-19 മണിക്കൂർ കോർപ്പറേഷന് വേണ്ടി ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ നിങ്ങൾ ചെയ്യുന്ന ജോലി ഹരിതകർമ്മ സേനയാണ് ഈ കോർപ്പറേഷൻ്റെ കരുത്തെന്ന് മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആവർത്തിച്ച് പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ മാധ്യമങ്ങളിലൊക്കെ ചില വാർത്തകളൊക്കെ വരും. അതൊന്നും നിങ്ങളുടെ ആത്മാർത്ഥത ഒന്നും ഒരിക്കലും ചോദ്യം ചെയ്യുകയില്ല. ചിലപ്പോൾ ചില വാർത്തകളൊക്കെ വന്നിരിക്കും. അതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. എന്തായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചില്ല. വാഹനം എടുത്തു തരുമ്പോൾ തന്നെ ഒരുവിധം പ്രശ്നം പരിഹരിക്കാൻ പറ്റൂലേ? പറ്റുമല്ലോ, ഒരുവിധം. അപ്പോൾ അങ്ങനെ 1/1 നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രഖ്യാപിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് സന്തോഷം നിങ്ങളെ എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ. അപ്പം ഞാൻ മുമ്പ് പാപ്പനംകോട് വാർഡിൻ്റെ കൗൺസിലറായിരുന്നു. ഇപ്പോൾ എൻ്റെ ഹരിതകർമ്മ സേന അംഗങ്ങളും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കാണാൻ സാധിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. നമ്മുടെ ഒരു തിരുവനന്തപുരം നഗരസഭയുടെ ഒരു പില്ലർ ആണ് നിങ്ങൾ. നമ്മളെല്ലാം ഇങ്ങനെ തിരുവനന്തപുരം നഗരം തന്നെ ഭംഗിയായി ഇരിക്കണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നത് നിങ്ങളിലൂടെയാണ്. പല സ്ഥലത്തും നമുക്കറിയാം, നിങ്ങളൊക്കെ തന്നെ കഷ്ടപ്പാടും ഒക്കെ തന്നെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. രാവിലെ മക്കളെയും ഒക്കെ തന്നെ സ്കൂളിൽ വിടണം, ഒക്കെ തന്നെയുണ്ട്. എന്തൊക്കെ ജോലികളുണ്ട് അതൊക്കെ തന്നെ തീർത്ത്, നിങ്ങളുടെയൊക്കെ ജോലി തീർത്ത് രാവിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി ഓരോ വീടുകൾ തോറും പോകാറുണ്ട്. ചിലപ്പോൾ നല്ല വാക്കുകൾ കേൾക്കാം, ചിലപ്പോൾ ചീത്ത കേൾക്കാം. പലരും വഴക്ക് പറയാറുണ്ട്. വേസ്റ്റ് കറക്റ്റായിട്ട് കളക്ട് ചെയ്തില്ലെങ്കിൽ പല വീടുകളിൽ നിന്നും വഴക്ക് പറയാറുണ്ട്. ഞാനടക്കം വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് കളക്ട് ചെയ്തില്ല എങ്കിൽ പല സ്ഥലത്തും വേസ്റ്റ് കൂട്ടി വെക്കുമ്പോൾ ഞങ്ങൾ വഴക്ക് നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന തിരിച്ച് ഞങ്ങൾ പറയുന്ന നിങ്ങളോടാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലേ? അത് വേറൊന്നും കൊണ്ടല്ല. കാരണം നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ നഗരം, നമ്മുടെ വാർഡ്. ഇപ്പോൾ നമ്മൾ 101 വാർഡുകളുണ്ട്. ഈ വാർഡുകളൊക്കെ തന്നെ നല്ല രീതിയിൽ ഇരിക്കുക, ഒരു മാലിന്യവും ഒരു സ്ഥലത്തും കാണാതിരിക്കുക എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമ്മുടെയൊക്കെ വാർഡ് നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം നമുക്ക് റെസിഡൻസ് അസോസിയേഷനുകളിൽ നിന്നും മറ്റു പല സ്ഥലത്തു നിന്നും ഒക്കെ നമ്മളോട് വിളിച്ച് പറയും, ഇവിടെ വേസ്റ്റ് കൂട്ടി വെച്ചിരിക്കുന്നു ഹരിതകർമ്മ സേന അംഗങ്ങൾ, പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്ത് എൻ്റെ വീടിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്നു, നിങ്ങളിത് കാണുന്നില്ലേ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പം നമ്മൾ ആരോടാ ചോദിക്കുക? നമ്മൾ നിങ്ങളോടല്ലേ ചോദിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇപ്പം ഞാനടക്കമുള്ള ഓരോ ജനപ്രതിനിധികളും നിങ്ങളോട് സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാടും നഗരവും ഒക്കെ തന്നെ ശുദ്ധമായിരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ ഹരിതകർമ്മ സേന കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് നമ്മുടെ നഗരസഭയുടെ മുന്നിൽ നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരിക്കൽ കൂടി സന്തോഷം പറയുകയാണ്. അപ്പോൾ നമുക്കറിയാം, പലപ്പോഴും പല ഹരിതകർമ്മ സേന അംഗങ്ങളും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചില വേസ്റ്റുകൾ വീടുകളിൽ നിന്നും കവറിൽ കെട്ടി പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൊടുക്കുമ്പോൾ ചിലവർ വളരെ നീറ്റായിട്ട് കഴുകി അടുക്കി പറക്കി നമുക്ക് തരാറുണ്ട്. പക്ഷെ ചിലവർ അങ്ങനെ ആയിരിക്കില്ല. കവറിൽ കെട്ടി വേസ്റ്റുകൾ കൊടുക്കുമ്പോൾ നിങ്ങളിത് ആഗ്രഹിച്ചതാണെന്ന് നമുക്ക് മനസ്സിലായി. ഒരു കയ്യടി കേട്ടപ്പോൾ മനസ്സിലായി നിങ്ങളിതൊക്കെ ആഗ്രഹിച്ചതാണ്, ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി കാത്തിരുന്നതാണ് എന്ന് മനസ്സിലായി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ പല വീടുകളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ പല വീടുകളിലും ചിലപ്പോൾ നല്ല രീതിയിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ തന്നെ കഴുകി വൃത്തിയാക്കി നമുക്ക് തരും. പക്ഷെ ചില വീടുകളിൽ ചിലപ്പോൾ കവറിൽ കെട്ടി വെക്കുന്നതായിരിക്കും. അതിനകത്ത് ചിലപ്പോൾ കൈകൊണ്ട് തൊടാൻ പോലും അറയ്ക്കുന്ന സാധനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും പല ഹരിതകർമ്മ സേന അംഗങ്ങൾ നമ്മളോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഗ്ലൗസ് വേണം, അതുപോലെ തന്നെ മഴയത്ത് പോകുമ്പോൾ റെയിൻകോട്ട് വേണം, ക്യാപ്പ് വേണം എന്നൊക്കെ തന്നെ ഞങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പരാതി ഞങ്ങൾ എല്ലാവരും പരിഹരിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്വമാണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ എങ്ങനെയിരിക്കണം, കംപ്ലീറ്റ് ആയിട്ട് നീറ്റായിട്ട് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ സമ്പൂർണ്ണ മാലിന്യ മുക്തമാക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കാം. എന്തായാലും ശുചീകരണ തൊഴിലാളികൾ ഇവിടെ നിന്നും പറയുന്നത് കേട്ടതാണ്. അതായത് അവർക്ക് നിലവിലിപ്പോൾ ഒരു പച്ച കോട്ടാണ് അവർക്ക് ഉള്ളത്. ശുചീകരണ തൊഴിലാളികൾ എന്ന് പുറകിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ആ കോട്ട് നൽകിയിട്ട് ഏകദേശം 2 വർഷം പിന്നിടുന്നു എന്നാണ് അവർ പറയുന്നത്. പല കോട്ടുകളും നാശമായി, മര്യാദയ്ക്ക് ഒരു ഗ്ലൗസ് പോലും ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. ആ ഗ്ലൗസും നിലവിലിപ്പോൾ പുതിയ കോട്ടും
മേയർ VV രാജേഷ് എല്ലാ ശുചീകരണ തൊഴിലാളികൾക്കും നൽകിയിരിക്കുകയാണ്. അവരുമായി സംവദിച്ചിരിക്കുകയാണ്. ഏറെ സന്തോഷത്തിലാണ് എല്ലാ ശുചീകരണ തൊഴിലാളികളും എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.